ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവലും തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്വീറ്റ് ബോൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് അവലിട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കൂടുതൽ അവിലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള അവിലെടുത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1.5 കപ്പ് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ നല്ലപോലെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കുറേ ദിവസം വെച്ച് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. തേങ്ങയും അവിലൊക്കെ നല്ലപോലെ വറുത്ത് വരണം. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ 2 തവണയായിട്ട് വറുത്തെടുത്താൽ മതി. നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1-2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർത്താലും മതി. ഇപ്പോൾ ഇത് നമ്മുടെ അവലൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ തരിപ്പോട് കൂടി തന്നെയാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. നല്ലപോലെ നൈസാക്കി എടുക്കരുത്. ചെറിയ തരിപ്പോട് കൂടി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. ശർക്കര ഉരുക്കി വരുമ്പോൾ ചെറിയൊരു ടൈറ്റോട് കൂടിയായിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു ശർക്കരപ്പാനിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ശർക്കര നല്ലപോലെ ഉരുക്കി വന്ന ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അവലിൻ്റെ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അവലിൻ്റെ മിക്സ് ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. അവലും തേങ്ങയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടിക്കാതെയും അതുപോലെ കുറച്ച് പൊടിച്ചിട്ടുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം. ഒരു ലഡുവിൻ്റെയൊക്കെ ഷേപ്പിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്നട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് ബോൾസാക്കി എടുക്കേണ്ടത്. കാരണം നമ്മൾ ശർക്കരപ്പാനി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തണുക്കുമ്പോൾ സെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇതിങ്ങനെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവൽ വെച്ചിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ തേങ്ങ ഒക്കെ നല്ലപോലെ വറുത്തെടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇത് ഒരാഴ്ചയോളമൊക്കെ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഇതിലും അധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അവലും തേങ്ങയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.